സത്യത്തിൽ PMC എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത്ര അനിവാര്യമായൊരു പദ്ധതിയല്ല. ഒരു ബ്രാൻഡിങ് പോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ ഒരുപക്ഷെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ബ്രാൻഡിങ്ങോടുകൂടി നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും വലിയ ഏതാണ്ട് 1500 കോടി രൂപയോളം വരുന്നൊരു തുക തടയപ്പെടുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. 2022 മുതലും ഇപ്പോഴും അതിൻ്റെ നയങ്ങളോട് ശക്തമായ വിയോജിപ്പ് തന്നെയാണ് കേരള ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്നത്. PMCയിൽ ഒപ്പിട്ടാൽ അപ്പടി കേന്ദ്ര സർക്കാർ അപ്പടി അങ്ങ് നടപ്പാക്കേണ്ടി ഒരു കേരളം എന്നതിനൊന്നും നമ്മൾ അങ്ങനെ വഴങ്ങേണ്ടി വരുന്നൊന്നും വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒന്നിൻ്റെ പേരിൽ സംസ്ഥാനത്തുള്ള അധികാരത്തിൻ്റെ മുകളിൽ കടന്നു കയറാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് സാധിക്കില്ല. ഇന്ത്യ ഭരിക്കുന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങൾക്കും അത്തരം ആശങ്കകൾ ഉണ്ടാവും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാലുള്ള മുഴുവൻ കാര്യങ്ങൾ എതിർക്കുക എന്നല്ല, നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന സാധനമാണത്. 1 to 5, 5 to 8, 9 to 12 എന്നുള്ളത് നമ്മുടെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടുള്ള സെഷനാണ്. ഇതിൻ്റെ ഒരു MOU ഒപ്പുവെക്കുന്നത് കൊണ്ട് ഈ പറയുന്ന നിയമങ്ങൾ നടപ്പാക്കപ്പെടും എന്ന് വിചാരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ ഭരണഘടനാ പദവിയുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. ആശങ്ക പ്രകടിപ്പിക്കാത്തത് ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, NEP നടപ്പാക്കപ്പെടുന്നതിനെതിരെ ആശങ്കയുണ്ട്. കേരളം നടപ്പാക്കില്ലെന്ന് തീർത്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സിലബസിലോ കരിക്കുലത്തിലോ യാതൊരു തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ കേരളവും ഒപ്പുവച്ചിരിക്കുകയാണ്. എന്താണ് PM ശ്രീ? എന്താണ് PM ശ്രീയിലൂടെ കേരളത്തിന് കിട്ടാൻ പോകുന്ന നേട്ടം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ വിദഗ്ധനും SSK കോർഡിനേറ്ററുമായ AK അബ്ദുൽ ഹക്കീം മാഷ് നമ്മൾ സംസാരിക്കും. നമസ്കാരം. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചിരിക്കുകയാണ്. കേരളത്തിന് അതിലൂടെ എന്ത് നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് നേട്ടമുണ്ടാകുന്നല്ല, സംഭവിക്കുമായിരുന്ന കുറേ കോട്ടങ്ങൾ തടയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തോന്നുന്നു. കാരണം PMC നടപ്പാക്കിയത്, അത് നടപ്പാക്കുന്നതിന് മുമ്പേ തന്നെ നിലനിൽക്കുന്ന സമഗ്രശിക്ഷ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ഓൾ ഇന്ത്യ പ്രോജക്റ്റാണ്. ലക്ഷക്കണക്കിന് സ്കൂളുകൾക്ക്, കോടിക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമം ഉറപ്പാക്കുന്നില്ല. അതാണ് ശരിക്കും അതിൽ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് RT എൻടൈറ്റിൽമെൻറ്റ്സാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റിന് ഇടയ്ക്ക് കയറി വന്ന മറ്റൊരു പദ്ധതി, PMC എന്ന പദ്ധതി പിന്നീടാണ് വരുന്നത്. ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുകയും അതിൽ ഒപ്പുവെക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളോട് നിർബന്ധിക്കുകയും, ഈ PMC എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു പ്രൊജക്റ്റും കൂടിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ NEPക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ വിയോജിപ്പുകളൊക്കെ നടക്കുന്ന സന്ദർഭത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് NEPയിലേക്ക് വരുന്നതിന് മുൻപ് ബേസിക് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയിലൂടെ ഒപ്പുവയ്ക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ. സത്യത്തിൽ PMC എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത്ര അനിവാര്യമായൊരു പദ്ധതിയല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒപ്പുവെക്കാതിരിക്കാനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരിട്ട് അല്ലെങ്കിൽ സമഗ്രശിക്ഷ പദ്ധതിയിലേക്ക് പോകാണ്ടായ കാരണം അതിൻ്റെ ഫണ്ട് തടയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ PMCയിൽ ഒപ്പുവെക്കേണ്ടി വന്നത് എന്നതുകൊണ്ടല്ല. അത് PMC എന്ന പദ്ധതിയുമായി കേരളത്തിന് രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ യോജിപ്പില്ല എന്നുള്ളതാണ് വസ്തുത. PMC എന്ന് പറയുന്നത് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ നടപ്പാക്കുകയാണ് ചെയ്തത്. ഒരു ബ്രാൻഡിങ് പോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ ഒരുപക്ഷെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ബ്രാൻഡിങ്ങോടുകൂടി നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഈ PM ശ്രീ നടപ്പാക്കുന്നതോടുകൂടി ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ, ഒരു പ്രൈമറി സ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഈ പദ്ധതിക്ക് കീഴിൽ വരികയും 1,03,00,000 രൂപ ഇവർക്ക്, 30 ലക്ഷം രൂപ ഇവർക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണല്ലോ. അത് ഒരു ഗുണകരമായ പദ്ധതിയായി തോന്നുന്നില്ല? അത് വളരെ നിസ്സാരമായൊരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് എത്രയോ വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കി വന്നിട്ടുണ്ട്. 1 കോടിയും 3 കോടിയും 5 കോടി രൂപ വരെ മുടക്കിയ എത്രയോ സ്കൂൾ, 5-ലധികം കോടി രൂപ മുടക്കിയ സ്കൂളുകൾ, 12 കോടി രൂപ വരെ മുടക്കിയ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളൊക്കെ ഉള്ളിടത്താണ് നമ്മളൊരു ഈ 1 കോടി രൂപയുടെ സ്കൂൾ. ഒരു വർഷം 1 കോടിയാണെങ്കിൽ ഈ പദ്ധതി 5 വർഷത്തേക്കായിരുന്നു. 2022 നടപ്പാക്കി തുടങ്ങുകയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നിയ സർക്കാരിന് 2022 ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ 5 വർഷം കൊണ്ട് ഏകദേശം 5 കോടി 6 കോടി രൂപ കിട്ടുമായിരുന്നു. ഇപ്പോഴും അത് നല്ലതാണെന്ന് സർക്കാരിന് തോന്നിയിട്ടില്ല. സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവകാശപ്പെട്ടു. PMC നല്ലൊരു പദ്ധതിയാണ് എന്ന് എവിടെയാണ് സർക്കാരിൻ്റെ ഏത് രേഖയിലാണുള്ളത്? നമ്മൾ നിർബന്ധിതമായൊരു സാഹചര്യത്തിൽ അതിന് ഒപ്പുവെച്ചോളാം. അതിന് ഒപ്പുവെക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ പേരിൽ തടയപ്പെട്ട ഫണ്ടിനെ
നേടിയെടുക്കേണ്ട കേരള സംബന്ധിച്ചും അനിവാര്യമായതാണ്. കേരളത്തിൻ്റെ അതിൻ്റെ ഔദ്യോഗിക വക്താക്കൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയ ഏതാണ്ട് 1500 കോടി രൂപയോളം വരുന്നൊരു തുക തടയപ്പെടുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ നാഷണൽ ഹെൽത്ത് മിഷനൊക്കെ ചെയ്ത പോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയൊക്കെ പ്രത്യേകത അത് 60% കേന്ദ്രം വഹിക്കുകയും 40% സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന് ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു, ബ്രാൻഡിങ് സംബന്ധിച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെ അവർ മറികടന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഇതിൻ്റെ പേരിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിരുന്നു ഇതുവരെ. ഇപ്പോൾ അത് ഒപ്പുവെക്കേണ്ട സാഹചര്യം വന്നത് മറ്റ് പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും മറ്റും ആയിരിക്കണം അതിൻ്റെ കാരണം. അല്ലാതെ അക്കാദമികമായി PMC നടപ്പാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിനുണ്ടെന്ന്, അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ അതുകൊണ്ട് അങ്ങ് മെച്ചപ്പെടുത്തി കളയാമെന്ന് കേരളം വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഇതൊരു കീഴ്പ്പെടലാണ്. അങ്ങനെ ആ വാക്കൊക്കെ കുറേ കൂടി രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കീഴ്പ്പെടലാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഔദാര്യമൊന്നും അല്ലല്ലോ. ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ട് ലഭ്യമാവേണ്ടതാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് അത് തരാൻ നിർബന്ധിതമാണ്. പക്ഷേ അധികാരം ഉപയോഗിച്ച് അത് നിഷേധിക്കുമ്പോൾ അത് വാങ്ങിയെടുക്കുന്നതിനുള്ള തന്ത്രം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒന്നുകിൽ രാഷ്ട്രീയം പറയണം, അല്ലെങ്കിൽ നയം പറയണം. രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, ഞങ്ങൾ നടപ്പാക്കില്ല എന്നുറച്ചു പറയണം. നയം പറയുകയാണെങ്കിൽ 2022 നടപ്പാക്കായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്, അത് കിട്ടുന്നത് പോരട്ടെ, എല്ലാ പദ്ധതിയും സർക്കാർ കുട്ടികൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ച് 2022 മുതൽ നടപ്പാക്കുമായിരുന്നു. ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, ഈ രണ്ടും മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള ഒരു വാദമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതല്ലാത്ത ഒരുപാട് നിറങ്ങളുമുണ്ട്. അങ്ങനെ ഒന്നുകിൽ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ള 2 ഓപ്ഷൻ അല്ല ഉള്ളത്. നമ്മൾ ഒരേ സമയം തന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് 2022 മുതലും ഇപ്പോഴും അതിൻ്റെ നയങ്ങളോട് ശക്തമായി വിയോജിപ്പ് തന്നെയാണ് കേരള ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്നത്. ഇപ്പോഴും ആ നയങ്ങളിൽ ഒരു തരത്തിലെ വെള്ളം ചേർക്കലും ഇല്ലെന്ന് എല്ലാവരും പറയുന്നു. ഇപ്പോൾ ഇന്ന് നടന്ന പാർട്ടി സെക്രട്ടറിയുടെ പോലും സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള നയത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ല എന്നാണ്. എന്നാൽ പ്രായോഗികമായി കേന്ദ്രം നമുക്ക് നൽകേണ്ട, യഥാർത്ഥത്തിൽ നൽകേണ്ട, ഔദാര്യമല്ല, അവകാശപ്പെട്ട പണം ഇതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു പോകുന്നതിന് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് നേടിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും എന്നാൽ റെസിസ്റ്റൻസ് തുടരുകയും ചെയ്യും എന്നാണ്. അത് നേടിയെടുക്കുന്നതിന് 2 മാർഗ്ഗം ഉണ്ടായിരുന്നു. ഒന്നുകിൽ കേന്ദ്ര സർക്കാർ പറയുന്ന മാർഗ്ഗത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് സമഗ്ര ശിക്ഷയുടെ ഫണ്ട് വാങ്ങിയെടുക്കുക, അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത് പോരാട്ടം എന്നുള്ളതായിരുന്നു, നിയമപരമായ രാഷ്ട്രീയമായ പോരാട്ടം. ആ നിയമപരമായ രാഷ്ട്രീയമായ പോരാട്ടത്തിൻ്റെ വഴി കഴിഞ്ഞ 3 വർഷവുമായി തിരഞ്ഞെടുത്തില്ല എന്ന് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ അതിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പോരാട്ടത്തിന് വഴി തിരഞ്ഞെടുത്തില്ലെന്ന് പറയാൻ പറ്റില്ല. ഈ 3 കൊല്ലം ആ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന അതൊരു പോരാട്ടം തന്നെയാണ്. കൈകെട്ടി നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ 3 വർഷം മുന്നിൽ തമിഴ്നാടിൻ്റെ മാതൃകയുണ്ട്, ബംഗാളിൻ്റെ മാതൃകയുണ്ട്. തമിഴ്നാട് സർക്കാർ ആ പദ്ധതിയുടെ 700 കോടിയോളം രൂപ വാങ്ങിയെടുത്തു കഴിഞ്ഞു. അവർ 700 കോടി വാങ്ങിയെടുത്തത് കോടതിയിൽ പോയിട്ടാണ്. സുപ്രീം കോടതി പറയുന്നു സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്, അത് ഒരു കാരണവശാലും തടഞ്ഞു വെക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. ഒരു പ്രസിഡൻസ് അവിടെ ഉണ്ട്, ആ പ്രസിഡൻസിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാമായിരുന്നല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത്തരം ഒരു കാര്യത്തിൽ കുറേ കൂടി ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. കാരണം ഇത് ഇന്നലെ നടന്നൊരു കാര്യമാണ്. ഏതാണ് അതൊരു സാഹചര്യം എന്നുള്ളത്. തമിഴ്നാടിനോട് 100% കമ്പയറബിൾ ഒരു സ്റ്റേറ്റ് അല്ല കേരളം. അതിനും നമ്മുടെ റവന്യൂ ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. തമിഴ്നാട് ഇന്ത്യയിൽ തന്നെ 1ാമത്തെ 2ാമത്തെ 3ാം സ്ഥാനത്തുള്ള റവന്യൂ ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് എത്രമാത്രം റവന്യൂ ഉണ്ടാക്കുമ്പോഴും ഉള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെ സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇതിന് വളരെ കൃത്യമായും എനിക്ക് പറയാവുന്നൊരു കാര്യം, ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട ഒരു പ്രോജക്റ്റിനെ, അതും അതിൻ്റെ ഫെഡറൽ സംവിധാന പ്രകാരം നടപ്പാക്കിയ പ്രോജക്റ്റിനെ പിന്നീട് വന്നൊരു പ്രോജക്റ്റിൻ്റെ പേരിൽ തടസ്സപ്പെടുത്തിയതിനെതിരെ ഇവിടെ കേരളത്തിൽ വേണ്ടത്ര റെസിസ്റ്റൻസ് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തല്ല മറ്റൊരു പക്ഷത്ത് ഉയർന്നു വന്നിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള 2-3 വർഷം മുമ്പ് ഇത് തുടങ്ങിയ സമയം മുതൽ പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു മീഡിയയും ചർച്ച ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തപ്പോഴും ഒരു കുഞ്ഞു വാർത്തയോ സിംഗിൾ കോളം വാർത്തയല്ലാതെ ഒന്നും ഒരു പത്രവും കൊടുത്തിട്ടില്ല. 3 മാസത്തോളം ഇവിടെയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശമ്പളം കൊടുക്കാതെ SSK നിലച്ചു പോയപ്പോൾ ഒരു മീഡിയയിൽ അതിടപെട്ടിട്ടില്ല. ഇവിടുത്തെ ഊര് വിദ്യാ കേന്ദ്രങ്ങളെന്ന് പറയുന്ന ആദിവാസി കേന്ദ്രങ്ങളിലെയും അതുപോലെ തന്നെ പ്രാദേശിക പ്രതിഭാ കേന്ദ്രം എന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിലെയും കുട്ടികൾക്ക് നിന്ന് പ്രത്യേക വിദ്യാഭ്യാസം നിലയ്ക്കുകയോ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല.
ഒരു ഒറ്റ വാചകം കൂടി പറഞ്ഞെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യം. അവർക്കുള്ള ഒരുപാട്, അതായത് 168 ബ്ലോക്കിൽ, നമ്മളിപ്പോൾ ഒരു സ്കൂളിനെ കുറിച്ച് പറയുന്നത്, 168 ബ്ലോക്കിലും SSKയുടെ നേതൃത്വം 168 ഓട്ടിസം സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനെ പറ്റിയുള്ള ചർച്ച നിങ്ങൾ ഉയർത്താതെ ഈ ഒരു കാര്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ ചർച്ച മാത്രമായി. പൊളിറ്റിക്കൽ ചർച്ചയല്ല ഞാൻ പറയുന്നത്. ഈ കേന്ദ്ര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ മാഷിപ്പോൾ പറഞ്ഞ എല്ലാ പദ്ധതികളും ആകുമെന്ന് നല്ല ഉറപ്പുള്ളവരാണ് സംസ്ഥാന സർക്കാർ. ഒന്നുകിൽ ഈ ഫണ്ട് വേണം എന്നുള്ള ദൃഢനിശ്ചയം സർക്കാരിന് വേണമായിരുന്നു. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിൽ തമിഴ്നാട് സർക്കാർ പോലെ പോയണം. ഇതിപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. അല്ല, അതിന് എൻ്റെ ഉത്തരം എന്താ പറയുക, ഞാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു ഞാൻ പറയാം, അഭിപ്രായം എനിക്കുണ്ട്, അഭിപ്രായം ഞാൻ പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആധികാരികമായ എൻ്റെ മറുപടിയല്ല, സർക്കാരിൻ്റെ മറുപടിയല്ല. അതെ, അതേ സ്ഥാനത്ത് ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലെന്നോ അതുകൊണ്ട് അത് തടസ്സപ്പെട്ടു എന്നോ അതിനർത്ഥമല്ല. സർക്കാർ ഇത് മനസ്സിലാക്കുകയും തടസ്സപ്പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതെല്ലാം സർക്കാർ ഫണ്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്തത്. അതായത് കേരള ഗവൺമെൻറ് തന്നെ ആ സെൻട്രൽ ഗവൺമെൻറ് തരേണ്ട 60% കൂടി തന്നുകൊണ്ട് ഈ ഒരു 168 ഓട്ടിസം സെൻറ്ററിൽ ഇതുവരെ പൂട്ടിയിട്ടില്ല. ഒരിടത്തും തെറാപ്പികൾ മുടങ്ങിയിട്ടില്ല. പക്ഷേ അത് മുടങ്ങുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം വരാൻ പോവുകയാണ്. അതൊരു ഗുരുതരമായ സാഹചര്യത്തിൽ പോകുന്നവരെ 2-3 കൊല്ലം റെസിസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ പറ്റാത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ നേരത്തെ വിചാരിച്ച ചിലപ്പോൾ എപ്പോഴും നമ്മൾ നയപരമായ ചില നീക്കങ്ങൾ നടത്താൻ ചില തന്ത്രങ്ങളുണ്ടാവും. അത് നേടിയെടുക്കാൻ ചില ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും. നമ്മൾ കണ്ടതല്ലാത്തൊരു തന്ത്രം ചിലപ്പോൾ സർക്കാർ പല ഭാഗത്തും പ്രഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നടക്കാതെ വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ PMCയിൽ ഒപ്പിട്ടുകൊണ്ടും ഫണ്ട് വാങ്ങിച്ചുകൊണ്ടും സമരം തുടരാമെന്ന്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയട്ടെ, നമ്മളിപ്പോൾ 4 വർഷ ബിരുദ കോഴ്സ് നടപ്പിലാക്കി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ഷനാണ്. ഇവിടെ എന്തെങ്കിലും സിലബസ് എന്തോ പ്രശ്നമുണ്ടോ? NCERTയുടെ സിലബസ്, സെൻട്രൽ ഗവൺമെൻറ് സിലബസ് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി നടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാവ്യവൽക്കരണം അവിടെ കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല, കാവ്യവൽക്കരണ ശ്രമം നടന്നപ്പോൾ അതിന് പകരം ബദൽ ടെക്സ്റ്റ് ഉണ്ടാക്കിയ സ്ഥലമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇത് PMCയിൽ ഒപ്പിട്ടാൽ അപ്പടി കേന്ദ്ര സർക്കാർ അപ്പടി അങ്ങ് നടപ്പാക്കേണ്ടി ഒരു കേരളം എന്നതിനൊന്നും നമ്മൾ അങ്ങനെ വഴങ്ങേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നില്ല. എഡ്യൂക്കേഷൻ പോളിസിയുടെ ലാബുകളായിരിക്കും ഈ PM ശ്രീ സ്കൂളുകൾ എന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് പറഞ്ഞത്. ഈ NEP പ്രൊജക്റ്റിൻ്റെ ലാബുകളായിട്ടുള്ള ഈ PM ശ്രീ സ്കൂളുകളുടെ 6 പില്ലറുകളുണ്ട്. ഇതിൽ 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി വരുന്നു, SQAF എന്ന് പറയുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി. ഈ SQAF എന്ന് പറയുന്ന കമ്മിറ്റിയിൽ BJPയുടെ ഒരു നോമിനി ഉണ്ടായിരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റിക്കൊള്ളുന്നില്ല. ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വികസിപ്പിച്ചെടുത്തൊരു സ്കൂൾ സെൻട്രൽ ഗവൺമെൻറ് ബ്രാൻഡിലേക്ക് പോവുകയും അതിൻ്റെ മോണിറ്ററിങ്ങും അതിൻ്റെ കൺട്രോളും BJPയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. BJPയുടെ എന്നല്ല നിങ്ങൾ പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മോണിറ്ററിങ്ങിലേക്കോ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആ സാധ്യതയെ റെസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാരണം അതാ ഞാൻ പറഞ്ഞത്. എന്താണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല PM ശ്രീയും ഈ പറയുന്ന പിന്നീട് ഉണ്ടാക്കപ്പെട്ട നിയമം കോടതി പോകാനാണ് അല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒന്നിൻ്റെ പേരിൽ സംസ്ഥാനത്തുള്ള അധികാരത്തിൻ്റെ മുകളിൽ കടന്നു കയറാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് സാധിക്കില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ. നമുക്ക് മുന്നിൽ ഒരുപാട് മാതൃകകളുണ്ട്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഫണ്ട് ആയുഷ്മാൻ മന്ദിർ എന്ന് പേരിടേണ്ടി വന്നു. അപ്പോൾ അതിന്റെ മേലെ നമ്മൾ വേറെ പേര് വെച്ചു. ഭരണഘടന വെച്ചുകൊണ്ട് അല്ല, ആ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ച ആ പേരിന് അതിനേക്കാൾ വലിയ ബോർഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ നേരിട്ടത്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിൻ്റെ മേലെ അതിനേക്കാൾ വലിയ ഫോട്ടോ വെച്ച പ്രധാനമന്ത്രി ഫോട്ടോ അപ്രസക്താവും. അതൊന്നും അല്ല ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ആ ന്യായമല്ല. നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഒരുപക്ഷെ ഈ ബ്രാൻഡിങ്ങിനേക്കാൾ നമ്മൾ ഇതിന്റെ സിലബസിലോ കരിക്കുലത്തിലോ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ. SQAF എന്ന് പറയുന്ന ഈ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അപകടകരമാണെന്ന് മാഷിന് ബോധ്യമുണ്ട്. അതെ, മറികടക്കാൻ നമുക്ക് അല്ല, ഇവിടെ ഇപ്പൊ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരെയൊക്കെ BJP നോമിനികൾ വന്നു കഴിഞ്ഞു. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ യൂണിയനിലുള്ള സംസ്ഥാനമാണെന്നുള്ള ആദ്യം അംഗീകരിക്കണം. നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമൊന്നുമല്ല. ഇന്ത്യൻ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ അധികാര പരിധിക്കുള്ളിൽ തന്നെയാണ് ഏത് സംസ്ഥാനവും. അതിനെ എങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കൺകറൻറ്റിൻ്റെ നമുക്കൊരു പ്രാധാന്യം. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ നയം സ്വീകരിക്കുന്നതിന് കേരളത്തിൽ എന്താ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം യാത്രയെ തടഞ്ഞിട്ടില്ല. നമുക്കെന്താ ചെയ്യാൻ പറ്റില്ല? ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ കാണണം. അതേ സ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയല്ല. വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം കൺകറൻറ്റിലാണ്. അല്ലെങ്കിൽ ഭരണഘടന തിരുത്തിക്കൊണ്ട് കൺകറൻറ്റ് ലിസ്റ്റ് ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാം അപ്പടി അച്ചട്ട അവർക്ക് നടപ്പാക്കാൻ പറ്റും.
അങ്ങനെ നിൽക്കുന്ന കാലത്തോളം റെസിസ്റ്റൻസ് ഉള്ള അവസരം അവിടെ തന്നെയുണ്ട്. ഇനി ഞങ്ങൾ ഒരു റെസിസ്റ്റൻസും ഞങ്ങൾ ഒന്നിനും ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ണൂർ സംസ്ഥാനം സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ചില പൊളിറ്റിക്കലുള്ള വളരെ മൈന്യൂട്ട് കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് മാഷു അംഗീകരിക്കുന്നതായിരിക്കുമല്ലോ, ഇതിൽ പെഡഗോഗി, സിലബസ്, കരിക്കുലം അതിൽ മാറ്റം വരുത്താൻ, അതായത് PM ശ്രീ പദ്ധതിയിൽ വരുന്ന സ്കൂളുകളുടെ പെഡഗോഗിയിലും സിലബസിലും കരിക്കുലത്തിലും ഒക്കെ ഇടപെടാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ 6 പില്ലറുകളിൽ ഒന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇന്ത്യൻ ഭരണയ്ക്ക് മുകളിലുള്ള ഒരു സാധനമല്ല. കരിക്കുലത്തിൽ സിലബസിൽ ഒരു മാറ്റം വരുത്തുന്നില്ലല്ലോ. നേരത്തെ ഇതേ സാധനം വെച്ചുകൊണ്ടായിരുന്നു നേരത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മാറ്റം ചരിത്ര പുസ്തകത്തിൽ വരുത്തിയത്. പക്ഷേ കേരളത്തിൽ അത് പഠിപ്പിക്കുന്നില്ല. CBSE സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കേണ്ടത് കേരള സർക്കാർ തീരുമാനിച്ചത് ഇതേ ഭരണഘടനാ അവകാശം വെച്ചുകൊണ്ടാണ്. ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ സിലബസിൽ മാറ്റം. സ്വാഭാവികമായിട്ട് ഇന്ത്യ BJP ഭരിക്കുന്ന കാലത്തോളം നമ്മളെപ്പോലെ സംസ്ഥാനങ്ങൾക്ക് എന്തെല്ലാം ആശങ്കകളുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അതെന്ത് ചോദ്യം നിങ്ങൾ ഈ ഒരു ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരിക്കുലത്തിലും പെഡഗോഗിയിലും കാവ്യവൽക്കരണത്തിന്റെ സിലബസുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങൾക്കും അത്തരം ആശങ്കകൾ ഉണ്ടാവും. അതിനോട് യോജിക്കാത്ത വഴങ്ങളൊന്നല്ല, അത് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവാണത്. പോരാട്ടം നടത്തിയ അതിനെതിരെ പോരാടിക്കൊണ്ട് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനവും അതിൻ്റെതായ രീതിയിൽ പോരാട്ടങ്ങൾ നടത്തും. കേരളവും അത് അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കണ്ട് ഇവിടെ ഭയങ്കരമായ ഗവർണർ ഫൈറ്റുകളായിരുന്നു. നിങ്ങളൊക്കെ ഭയങ്കരമായി പറഞ്ഞിരുന്നത് ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു, SFI അഴിഞ്ഞാടുന്നു എന്നൊക്കെ. ഇവിടെ അദ്ദേഹം അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഗവർണർ ഇവിടെ എന്താ എന്നിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എന്താ ഉണ്ടായത്? നമ്മുടെ പോരാട്ടമല്ലേ ജയിച്ചത്? ഇങ്ങനെ യഥാർത്ഥത്തിൽ മാഷ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട സമഗ്ര ശിക്ഷയുടെ ഫണ്ടും ഈ പറയുന്ന PM ശ്രീയുടെ ഫണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പരിപാടി കേന്ദ്രത്തിൻ്റെ ഒരു ട്രാപ്പാണത്. അതിനെതിരെ കോടതിയിൽ പോവുകയായിരുന്നില്ലേ വേണ്ടത്? ഞങ്ങൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയതിൻ്റെ ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് കിട്ടണം. അത് PM ശ്രീയുമായിട്ട് കണക്ട് ചെയ്യരുത്. രണ്ട് സമയത്തുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ ചിലപ്പോൾ എൻ്റെ ലീഗൽ അഡ്വൈസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഓപ്ഷൻ, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന രീതിയിൽ മാഷ് പറയുന്നത് ഇതിൽ ഏതായിരുന്നു? രണ്ട് ഓപ്ഷനുണ്ട്. കാരണം ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഫണ്ട്, കാരണം അത് ചിലപ്പോൾ ഫണ്ടൊക്കെ ഇനി മനുഷ്യതമായി നീണ്ടുപോകാം, കിട്ടാതെ വലിയ രീതിയിൽ നിയമ പോരാട്ടങ്ങൾക്ക് അല്പം വൈകിയാലും അല്ല 3 വർഷം ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ ഭരിക്കുന്ന കക്ഷിയുടെ തന്നെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ വ്യക്തമാക്കുന്നത്, ഞങ്ങൾ ഇത് ഒപ്പിട്ട് പണം വാങ്ങിച്ചാലും PM ശ്രീയുടെ ഒരു തരത്തിലുമുള്ള അക്കാദമികമായ കണ്ടന്റുകളിലേക്കോ മറ്റോ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല, പഠന കേന്ദ്രത്തെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. അത് നടപ്പാവുമോ എന്നറിയില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ പദ്ധതി നമ്മുടെ സ്കൂളുകൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കരുതി 2022 മുതൽ നടപ്പാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ 3 വർഷം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണ് 386 കോടിയോളം രൂപ. നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് 3 വർഷം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ 2 വർഷം വാങ്ങിയെടുക്കാൻ പോകും. കുട്ടികൾക്കല്ല നഷ്ടപ്പെട്ടത്, സർക്കാർ അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാര്യം അടിസ്ഥാന ഫണ്ട് കിട്ടില്ലല്ലോ. അതെ, PM പ്രകാരം നമ്മുടെ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് എനിക്ക് 168 ബ്ലോക്ക്. അതുകൊണ്ടുള്ള ഇപ്പോഴും ഇന്ത്യ രാജ്യത്തെ ഭൗതിക സൗകര്യങ്ങളുടെ ഇൻഡെക്സിൽ കേരളം തന്നെയാണ് ഏറ്റവും മുന്നിൽ. അതുകൊണ്ടൊന്നും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ഭൗതിക സാഹചര്യങ്ങളിൽ നമുക്കിതൊന്നും വേണ്ട, നമ്മളൊക്കെ അത്ര മെച്ചപ്പെട്ടതാണെങ്കിൽ പിന്നെ ഈ 1100 അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്ന നല്ല പ്രശ്നം. അതായത് ഇതിൻ്റെ ദൈനംദിന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നടപ്പാക്കി വരുന്നതാണ്. RT ആക്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ നടപ്പാക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും ബജറ്റ് പ്രൊവിഷൻസൊക്കെ നമുക്കറിയുന്നതല്ലേ. അത്തരമൊരു ഘട്ടത്തിൽ സർക്കാർ 2-3 വർഷം അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയും ഇപ്പോൾ ഒരു പക്ഷേ അത് വാങ്ങിയെടുക്കുക അല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നൊരു ഘട്ടത്തിൽ അത് സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താക്കൾ, മന്ത്രി, പാർട്ടി സെക്രട്ടറി ഒക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ആ തരത്തിലുള്ള കാര്യത്തിലേക്ക് ഇനിയും അതിലേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ടൊന്നുമില്ല. കാരണം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അപകടമാണെന്ന് തോന്നുന്നില്ല. ശരി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അപകടമാണ്. അത് നമ്മളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ, അപകടമാണെന്ന്. മാഷിപ്പോഴും കേരളത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു നീക്കത്തെയും മാഷിനെ പോലെ ആളുകൾ എതിർക്കുന്നില്ല. ഇപ്പോൾ സ്കൂൾ അമാൽഗമേഷൻ നടക്കാൻ പോവുകയാണ്, +2 ഹയർ സെക്കൻഡറി ഏകീകരണം വരാൻ പോകുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞുള്ള കാര്യമാണ്. നമ്മൾ ക്രെഡിറ്റ് സിസ്റ്റം നടപ്പായി കഴിഞ്ഞു, ഈ PM ശ്രീ നടപ്പായി കഴിഞ്ഞു. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ തത്വത്തിൽ എതിർക്കുന്നു, പ്രായോഗികമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാലുള്ള മുഴുവൻ കാര്യങ്ങൾ എതിർക്കുക എന്നല്ല,
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹയർ സെക്കൻഡറി ഏകീകരണത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഞാനതിൻ്റെ വക്താവാണ്, അത് ചെയ്യണമെന്ന്. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി അതിന് മുമ്പേ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന സാധനമാണത്. 1 to 5, 5 to 8, 9 to 12 എന്നുള്ളത് നമ്മുടെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടുള്ള സെഷനാണ്. അതിനുശേഷം അതെ അല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച സാധനമാണ്. അതായത് നമ്മൾ വെച്ചതാണ്. അത് NEP ഉണ്ടെന്ന് കരുതി ഞങ്ങൾ പണ്ട് അംഗീകരിച്ച കാര്യത്തെ തള്ളി പറയണോ? ആവശ്യമില്ലല്ലോ. അതാണ് ഇതിൻ്റെ വസ്തുത. നിങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ട് അതേ അതിലുള്ള മറ്റു പലതും ഉണ്ട് NEP പറയും. അതിൽ നമ്മൾ എതിർക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ മറ്റു പലതും നടപ്പാക്കാനുള്ള ലാബാണ് PM ശ്രീ. നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഭരണഘടനാപരമായി MOU ഒപ്പുവെച്ചാൽ നമ്മൾ ഇതിനൊരു MOU ഒപ്പുവെക്കണമല്ലോ. ഈ MOU ഒപ്പുവെച്ച് അത് പിന്നീട് ലംഘിക്കപ്പെട്ടാൽ ആ MOUന്റെ ലംഘനം അത് ഗുരുതരമായ ഭരണഘടനാപരമായ അവകാശത്തിന് മുകളിലല്ല അത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് നടപ്പാക്കാൻ. ഭരണഘടന അനുസൃതമായിട്ട് ഒരു MOU ആണല്ലോ നമ്മൾ ഒപ്പുവെക്കുന്നത്. ആ ഒപ്പുവെച്ച അത് ഞാൻ പറഞ്ഞു, അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസൊക്കെ ബന്ധപ്പെട്ടുള്ള സാധനമാണ് ഈ MOU എന്ന് പറയുന്ന സാധനം. ഭരണഘടന ഇതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന സാധനമാണ്. നമ്മൾ എത്രയോ കാര്യങ്ങൾ അങ്ങനെ ഭരണഘടന പ്രൊവിഷൻ വെച്ചുകൊണ്ട് തന്നെ റെസിസ്റ്റ് ചെയ്ത് പോരുന്നുള്ളൂ ഓരോ സംസ്ഥാനവും. മാത്രമല്ല ഈ പറയുന്ന ഇനി SSKയിൽ തന്നെയും അത് NEPയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിൽ SSKയിലൊക്കെ പോളിസി പറയുന്നിടത്തും സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതി അതേപോലെ നടപ്പാക്കാനല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമുക്ക് ഇവിടുത്തെ പ്രൈമറി സ്കൂളിലെ ആവശ്യങ്ങളല്ല ഛത്തീസ്ഗഡിലെ കുട്ടികൾക്ക് പ്രൈമറി സ്കൂൾ ആവശ്യമെന്ന് പറയുന്നത്. അവിടെ ഒരു പക്ഷേ എൻറോൾമെൻറ്റ് പൂർത്തിയാവാത്ത സ്ഥലങ്ങളാവും, റിട്ടൻഷൻ നടക്കാത്ത സ്റ്റേറ്റാവും. നമ്മളതൊക്കെ കഴിഞ്ഞൊരു സ്റ്റേറ്റ് ആകുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ ആലോചിക്കുക. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി, പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. അത് ഈ പോളിസിയുടെ ഒക്കെ ബേസിക് ഡോക്യുമെൻറ്റിലുണ്ട്. നമ്മൾ ഒരു അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ CPI ഉൾപ്പെടെ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാ പാർട്ടികളും പറയുന്ന അപകടം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അപകടമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് 1 country 1 textbook, 1 country 1 board. ഇപ്പം നമ്മൾ 1 country 1 tax നടപ്പാക്കിയ രാജ്യമാണ്. ഇനി ഈ 1 country 1 textbookലേക്ക് പോയാൽ ആ ടെക്സ്റ്റ് ബുക്കിൽ വരാൻ പോകുന്ന കണ്ടന്റ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. അപ്പോൾ അത്ര ഭീകരമായ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ ആ ആശങ്ക ഈ 1168 കോടി രൂപയുടെ പിന്നിൽ അത് ഈ പ്രശ്നത്തെ ലളിതവൽക്കരിക്കലോ നിങ്ങളുടെ താല്പര്യാനുസരണ വ്യാഖ്യാനിക്കലോ മാത്രമാണ്. ഇതൊക്കെ ഇത് ഒപ്പിടുന്നതോടുകൂടി 1 India 1 ടെക്സ്റ്റ് ബുക്ക് വരും എന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ ഭരണഘടന. നിങ്ങൾ അതിനെ അംഗീകരിക്കും. ഇപ്പോൾ ഇവർക്ക് ഭരിക്കുന്ന കക്ഷിക്ക് വലിയ മെജോറിറ്റി അല്ല, ഞാൻ പറഞ്ഞു തന്നില്ല, വലിയ മെജോറിറ്റി ഉള്ള ഒരു ഇപ്പം 4-ൽ 3 മെജോറിറ്റിയിലെത്തുകയും അവർക്ക് ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ കഴിയുകയും ചെയ്താൽ ഈ പറഞ്ഞൊക്കെ ആശങ്ക തന്നെയാണ്. അത് നമ്മൾ ഇതിനേക്കാൾ വലിയ ആശങ്ക മുമ്പിലുണ്ട്. ഞാൻ പറയട്ടെ, അത് നിലനിൽക്കുന്നുണ്ട് ആ സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു MOU ഒപ്പുവെക്കുന്നത് കൊണ്ട് ഈ പറയുന്ന നിയമങ്ങൾ നടപ്പാക്കപ്പെടും എന്ന് വിചാരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ ഭരണഘടനാ പദവിയുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. അതിൽ ഉറച്ചു നിൽക്കാൻ ഒരു സർക്കാർ തീരുമാനിച്ചാൽ, പിന്നെ നിങ്ങൾ നേരത്തെ എതിർക്കുന്നവർ പറഞ്ഞു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ, ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ആകെ 3 സ്റ്റേറ്റ് ഒപ്പുവെക്കാനുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റും വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ സമരം നടത്തുന്ന ഇപ്പോൾ അല്ലെങ്കിൽ പരിഹാസമായിട്ട് ഇറങ്ങുന്നവരിലൊക്കെ ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, അവർ ഭരിച്ച സംസ്ഥാനമുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 സാംസ്കാരിക നായകർ ഇതിനെതിരെ ഭയങ്കര പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ആം ആദ്മി പാർട്ടി പിന്നെ ഡൽഹിയിൽ നേരത്തെ ഒപ്പുവെച്ചാണ്. അന്ന് അവർ ഓലെ പോസ്റ്ററിലൊന്നും കണ്ടിട്ടില്ല. അതിൽ അത്തരം പിന്നെ കാര്യങ്ങളിലൊന്നും നമ്മൾ വലിയ ആണെങ്കിൽ കർണാടക, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് എല്ലാം വെച്ച് രാജസ്ഥാൻ ഒപ്പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം 2 സംസ്ഥാനത്തിൽ വെച്ചിട്ട് 2 സംസ്ഥാനം ഇപ്പോഴും അധികാരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വെച്ചിട്ടുണ്ട്, ഒപ്പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് മുമ്പുള്ള സ്ഥലത്തും വെച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ 2023-ലാണ്, 2022-ലാണ് ഈ പ്രൊജക്ട്. കർണാടകയിൽ 2023-ലാണ് അധികാരത്തിൽ വരുന്നത്. ഈ പ്രൊജക്ട് വന്നത് 2022. അപ്പോൾ അവരൊക്കെ നേരത്തെ ഒപ്പുവെച്ചതാണ്. അല്ല, ഒപ്പുവെച്ചിടത്തും അല്ല കോൺഗ്രസ് തന്നെ ഒപ്പുവെച്ച സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കൃത്യമായി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ, അതെ, രാഷ്ട്രീയത്തിന് പ്രശ്നമല്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിലൊരു ആശങ്കപ്പെടുത്തുന്ന ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? ഇപ്പോൾ PM ശ്രീയിൽ നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇനി ഇതിന് മാറി നിൽക്കാൻ പറ്റും. അതിനാൽ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ NHMൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ബ്രാൻഡിങ്ങിലേ പറയുള്ളൂ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഈ നാഷണൽ ഇൻഷുറൻസ് പോളിസി പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്ത് ആയുഷ്മാൻ ഇത് വന്ന സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് നൽകിയിരുന്നു. പക്ഷേ കേരളത്തിൽ നൽകിയില്ല. കേരളം അതിനെ മറികടന്നു, സർക്കാർ ഇതിന് മാത്രമാക്കി. അതുപോലെ തന്നെ അത് BPL മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നായിരുന്നു NHMൻ്റെ ബേസിക് റൂൾ. പക്ഷേ ഇവിടെ ആരോഗ്യ ഇൻഷുറൻസിൽ എല്ലാവർക്കും കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനും അതിൽ മാറ്റം വരുത്താനും കഴിയുന്നതിന് മുമ്പ് ഉദാഹരണങ്ങളുണ്ട്. പല നാഷണൽ സൺറൈസർ പ്രൊജക്റ്റുകൾ നമ്മൾ സാധിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇതിനേക്കാൾ ഏറെ ശക്തമായി എതിർക്കപ്പെടേണ്ടതായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, NEP കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഈ പറഞ്ഞ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ടോട്ടൽ മെജോറിറ്റിയിൽ നാളെ BJP പിന്നെ അധികാരത്തിൽ വരികയും ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്തുകയും ചെയ്താൽ ഇതും വരും, ഇതിൻ്റെ അപ്പുറവും വരും. കാരണം ഇതിനൊക്കെ വലിയ ജനോസൈഡ് നടക്കുന്ന ഒരു സാധ്യതയില്ല നാളെ എന്ന് എഴുതിയിട്ട് ഇപ്പം എന്താക്കണം നമ്മളൊക്കെ. അതൊന്നും പറയുന്നില്ല, യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞു പരിമിതിയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ DMK ഭരിക്കുന്ന തമിഴ്നാടോ തൃണമൂൽ ഭരിക്കുന്ന ബംഗാളിനേക്കാൾ ഇടതുപക്ഷമാണ് ഫാസിസത്തിനെതിരെ പ്രതീക്ഷ എന്നൊക്കെയാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാഷ് ഉൾപ്പെടെ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള മാഷും ഈ കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കപ്പെടുമ്പോൾ ഒരു ആശങ്ക പോലും പ്രകടിപ്പിക്കാതെ അതിന് അനുകൂലിച്ച് സംസാരിക്കേണ്ടി വരും. ആരാണ് ആശങ്ക പ്രകടിപ്പിക്കാത്തത്? ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, NEP നടപ്പാക്കപ്പെടുന്നതിനെതിരെ ആശങ്കയുണ്ട്, ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുന്നതിൻ്റെ ആശങ്കയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഫണ്ട് വേണം, അതും അതിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്, സാമ്പത്തിക കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം അതൊരു ഘടകം തന്നെയാണ്. സാമ്പത്തികം കേരളത്തിൻ്റെ വലിയ ആശങ്ക തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന ചില നിലപാടുകളുടെ അതാ ഞാൻ പറഞ്ഞത്, അത് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവിൽ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങളിത് ചോദിച്ചുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് ഒരു മോഡൽ സ്കൂൾ, ലീഡ്സ് സ്കൂൾ എന്നാണ് പറയുന്നത്, അങ്ങനെ ഡെവലപ്പ് ആവുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? കുറച്ചെങ്കിലും അങ്ങനെ ഒരു മോഡൽ സ്കൂൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പോലും സംശയമുണ്ട് നമുക്ക്. കാരണം അങ്ങനെ ഒരു മോഡൽ സ്കൂൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് എല്ലാവരെയും പിന്നെ കൊണ്ടുവരുന്നു, ബാക്കിയുള്ള സ്കൂൾ അത് തകർത്ത് കളിയൊന്നും നല്ലല്ലോ. കേരളം വളരെ ജനകീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെ മുൻനിർത്തലായി എല്ലാ കുട്ടികൾക്കും എല്ലാ സ്കൂളിനും തുല്യമായി ക്വാളിറ്റി ഉയർത്താനുള്ള കേരളത്തിൻ്റെ കോൺസെപ്റ്റ്. കേരളത്തിൽ മാർജിനലൈസ് ചെയ്ത കുട്ടി ഉണ്ടായിരുന്നു, മാർജിനലൈസ് ചെയ്ത സ്കൂൾ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്കൂളുകൾ ഉണ്ടായിരുന്നു. അല്ല ആ മോഡൽ സ്കൂളാണോ ഇപ്പോൾ ഇവിടുത്തെ ലീഡിങഗ് സ്കൂൾ? അല്ലല്ലോ. നമ്മൾ അങ്ങനെ അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ പേര് മാത്രമേ ഉള്ളൂ. അതിനങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും. ഇപ്പോൾ തിരുവനന്തപുരം മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു പ്രൊജക്റ്റ് ആയിരുന്നു മോഡൽ. അതെ, അതാണ്. ആ നഗരത്തിൽ അതിന് പ്രത്യേക സംവിധാനം ഒന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല. വളരെ പിന്നോക്കം. ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ സ്കൂളിനെടുത്ത് പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയോ 2 കുട്ടിയോ 3 കുട്ടിയോ സ്കൂൾ പൂട്ടേണ്ടി വരുമ്പോൾ പോലും LDF എന്തിനാണെന്നൊരു നിലപാട് സ്വീകരിച്ച് ആ സ്കൂളിനെ രക്ഷപ്പെടുത്തണം. സത്യത്തിൽ ഏത് എക്കണോമിക് പെർസ്പെക്റ്റീവ് നോക്കിയാൽ ആ സ്കൂൾ പൂട്ടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷെ നമ്മൾ സ്വീകരിച്ചെന്താ, അതൊരു ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ആ സ്കൂളുകളും നിലനിൽക്കണം. ഒരു സ്കൂളും അങ്ങനെ മോശമായി പൂട്ടിപ്പോകരുത്. ഒരു കുട്ടിയും ക്ലാസ്സിൽ അങ്ങനെ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ വന്നാൽ മതി, ഇപ്പോഴും പഠിക്കാത്ത കുട്ടിയെ തോൽപ്പിക്കണം എന്ന് പറയുന്നവരാണ് നമ്മൾ. ആശയാദർശങ്ങൾക്ക് വലിയ മുദ്രാവാക്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഇടതുപക്ഷം. സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, CCC ഈ മുദ്രാവാക്യങ്ങളെ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു 1186 കോടി അല്ലെങ്കിൽ PMCയുടെ പൈസ അടക്കം 1500 കോടി രൂപയ്ക്ക് വേണ്ടി പണയപ്പെടുത്താൻ പറ്റുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു ഇടതുപക്ഷത്തിൽ. ഞാൻ അവിടേക്കാണ് പിന്നെ വരുന്നത്. കേരളം ഇപ്പോൾ കാണുന്നത് ഒന്ന് വേണ്ടെങ്കിൽ അല്ല, കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ തന്നെ വളരെ വിദ്യാഭ്യാസം സ്കൂളുകൾ ഒരു ഈജിയൻ തൊഴുത്താണ് എന്ന് പറഞ്ഞത് അന്നത്തെ തന്നെ ഇവിടുത്തെ ഭരണത്തിൻ്റെ ആളുകൾ തന്നെയാണ്. അവിടെ നിന്ന് ഇന്ന് ഒരാളും അത് പറയാത്ത വിധം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇത്രയേറെ ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലായാലും അതിന് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കൊണ്ടുവന്നു. മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവരുന്ന നിലയ്ക്ക് നിങ്ങളും ഞാനും പഠിക്കുന്ന കാലത്ത് ക്ലാസ് മുറിയിലെ ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടി ഏറ്റവും പഠിക്കുന്ന കുട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും പിന്നാക്കക്കാരനായ കുട്ടിയാണ് ക്ലാസ്സിലെ ഏറ്റവും അറ്റൻഷനുള്ള കുട്ടി. ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയാണ് സ്കൂളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടി, പരിഗണിക്കപ്പെടുന്ന കുട്ടി. അതിലേക്ക് അത്രയേറെ വലിയ ചേഞ്ചസിന് നേതൃത്വം കൊടുത്ത ഒരു ജനകീയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും പൊളിറ്റിക്കലായി ചോദിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, സർക്കാരും പറഞ്ഞു, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു ഇന്ന് സർക്കാരിന് സാമ്പത്തികമായിട്ട് ഇത് വാങ്ങിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനുള്ള വിശദീകരണങ്ങൾ അവരിനി നൽകുകയും ചെയ്യും. ഞാനെപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ളൊരു ഭരണകക്ഷിയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പോളിസി ഇപ്പോൾ വന്ന മാറ്റത്തെ കൂടി ഒരു തരത്തിലുള്ള സമീപനത്തിലുള്ള സംവാദം എന്നതിൻ്റെ അപ്പുറം കേരളം ഇതുവരെ ആർജിച്ചതും ഇനി മുന്നോട്ട് പോകേണ്ട വഴിയിൽ ഈ ഫണ്ടിലെ അലഭ്യത ഉണ്ടാക്കുന്ന പ്രശ്നത്തെ കാണാതിരിക്കാൻ കഴിയില്ല. അത് വാങ്ങിയെടുക്കുന്നതാണോ അതോ വാങ്ങാതെ ഇതിന് തടസ്സപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത് എന്ന ആലോചന. PM-ശ്രീ കൊണ്ട് ഒരു നേട്ടവുമില്ല. നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലൈഫ് മിഷനിലൂടെ എല്ലാവർക്കും വീട് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാം വെച്ചുകൊണ്ട് അതിനെല്ലാം മാച്ചുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ ഇതിൽ ഒപ്പുവെച്ചുകൊണ്ടോടെ കേരളം തകർന്നുപോയി, സർക്കാർ അതിൻ്റെ എല്ലാ പുരോഗമനാശയത്തെ പണയം വെച്ചു എന്നൊക്കെ വിശ്വസിക്കാനോ പറയാനോ ഞങ്ങൾക്ക് കഴിയില്ല.
അതിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ വ്യക്തമായൊരു കാരണം ഉണ്ടാവും തന്നെയാണ് അതിൻ്റെ ശരി. ഇത് നടപ്പാക്കുമ്പോഴേ ആ കാരണത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് യോജിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാരണം ചോദിക്കാനുള്ള ഔദ്യോഗിക വക്താക്കൾ പറയുന്നുണ്ട്. കാരണം അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങളാരും PMC എതിർക്കാത്തവരോ NEP എതിർക്കാത്തവരോ അല്ല, സർക്കാരും അതിനെ എതിർക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ. ഇതിൻ്റെ ഒരു ഗുണവശം കൂടി ഉണ്ടല്ലോ. ഈ പറയുന്ന ഓരോ സ്കൂളിന് കിട്ടുന്ന 1,30,00,000 രൂപ, അതിലൂടെ കിട്ടുന്ന അക്കാഡമികമായ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ്, അവിടെ വരാൻ പോകുന്ന കരിക്കുലത്തിലൊക്കെ വരുന്ന മാറ്റം, സ്കിൽ ഓറിയൻറ്റഡ് സ്കൂളുകൾ എന്നാണ് പറയപ്പെടുന്നത്. അതൊരു നല്ല മാറ്റമായിട്ടല്ലേ കണക്കാക്കേണ്ടത്? ഈ സത്യത്തിൽ ഇതല്ല പിന്നെ PMശ്രീയിലെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞ പർട്ടിക്കുലർ സ്കൂൾ തിരഞ്ഞെടുത്ത് അതിന് ഫണ്ട് കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം PMCയിൽ ആ സ്കൂൾ തിരഞ്ഞെടുത്ത് ഫണ്ട് കിട്ടാനല്ല PMCയിൽ ഒപ്പിട്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വീണ്ടും അവിടേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങൾ പറയുന്നത് അതിൻ്റെ പേരിൽ തടയപ്പെട്ട ഒരു മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് തടഞ്ഞു വെച്ചത് നമ്മൾക്ക് അവകാശപ്പെട്ട പണമാണ്. അതിന് 3 വർഷം നമ്മൾ പരമാവധി ശ്രമിച്ചു. അതിനിപ്പോഴും ആ ശ്രമമാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ശ്രമം? തമിഴ്നാട് പ്രത്യക്ഷത്തിൽ കോടതി പോയിട്ടുണ്ട്. കോടതിയിൽ പോലും ഒരു ഓപ്ഷനാണ്. കോടതിയിൽ പോവാത്ത തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ് പിന്നെ സെൻട്രൽ ഡിസ്കഷൻസ് ഒരുപാട് നടന്നു, ഉദ്യോഗസ്ഥതല ചർച്ചകൾ നടന്നു, മന്ത്രിതല ചർച്ചകൾ നടന്നു, പിന്നെ മുഖ്യമന്ത്രിയും പിന്നെ പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും. ഇങ്ങനെ അതിനൊരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും. ഈ കോടതിയിൽ പോയില്ല എന്നത് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. കോടതിയിൽ പോയാലുള്ള കോടതി പോകാൻ തീരുമാനിക്കുന്നത് എങ്ങനെ? അതിനൊക്കെ അതിൻ്റെതായ നിയമവഴികളുണ്ട്. ആ വഴികളിൽ ചിലപ്പോൾ കോടതി പോകേണ്ടാവുന്ന പ്രയാസം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതാ ഞാൻ പറഞ്ഞത്. അതല്ലാതെ അതൊരു ഒരു 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 തിയററ്റിക്കലായിട്ടുള്ളൊരു പരാജയമായിട്ടല്ല, പ്രായോഗികമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പുവെച്ചാലും ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം, ഫാസിസം എന്നല്ല ഈ പറയുന്ന NEPക്കെതിരായിട്ടുള്ള പോരാട്ടം, ആശങ്കകൾക്കെതിരെയുള്ള പോരാട്ടമല്ല, കേരളം നടപ്പാക്കില്ലെന്ന് തീർത്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സിലബസിലോ കരിക്കുലത്തിലോ യാതൊരു തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഉണ്ടാവില്ല. ഈ നിലനിൽക്കുന്ന ഭരണഘടനാ സംരക്ഷണമുള്ള കാലം വരെ അത് നടപ്പാക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രളയമാണ്. അതേപ്പറ്റി പിന്നെ ആർക്കാശങ്കയില്ലാത്ത നിങ്ങളിവിടെ ഇരുന്ന് പിന്നെ ചാനൽ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പത്രക്കാർ ഇവിടെ നിലക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഫാസിസം അതിൻ്റെ അധികാരം പൂർണ്ണമാക്കി കഴിഞ്ഞാൽ ആദ്യം നിർത്തുന്നത് പിന്നെ വിദ്യാഭ്യാസമല്ല, അതിന് മുമ്പ് വെറുതെ വാർത്താവിനിമയങ്ങളെയാണ്. അല്ല, ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിനെ പ്രതിരോധിക്കുന്നതിന് പകരം 1100 കോടിയുടെ പേരിൽ അതിന് കീഴടങ്ങി അല്ല, ആ പ്രതിരോധത്തിൽ ഇപ്പോൾ സർക്കാർ എടുക്കാൻ പോകുന്ന പ്രതിരോധത്തിൽ കൂടെ നിൽക്കേണ്ടവരാണ് മാധ്യമങ്ങളും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ കൂടി ഇങ്ങനെ നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കാരണം ഫാസിസം വന്നാൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എപ്പോഴും വന്നിട്ടില്ല, തീർച്ചയായും വന്നിട്ടില്ല. അതിൽ വേറെ നമുക്ക് ഒരുപാട് പിന്നെ ഡിസ്കഷൻ ഉണ്ട്. പിന്നെ ഫാസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ, അതതിൻ്റെ അൾട്ടിമേറ്റത്തിലാണ് നമ്മൾ ഇവിടെ സംസാരിക്കില്ല. അതേ ഞാൻ പറഞ്ഞത്. അതേസമയത്ത് ഫാസിസ്റ്റ് പ്രവണതകളാണ് ഇതെല്ലാം. കാരണം SSK എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് 2021-ലാണ്. 22-ലാണ് PMശ്രീ വരുന്നത്. 22 വന്നൊരു പിന്നെ പ്രൊജക്റ്റ് വെച്ചിട്ട് 21-ൽ പാസ്സാക്കിയ പ്ലാൻ ഫണ്ട് പ്രകാരം വെച്ച പണം തരില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? അതെന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് ചോദിക്കേണ്ട ഒരു മാധ്യമങ്ങളും ഇതുവരെ പ്രധാനമന്ത്രിയുടെയോ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖത്ത് ആ ചോദ്യം ചോദിച്ചിട്ടില്ല. കേന്ദ്രം നമ്മൾ കോടതിയിലും പോയില്ല. അല്ല, അത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 3 വർഷമായി കേരളത്തിൽ ഇത് ലഭ്യമാവാതിരുന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പലതാണ് ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോഴും അതോടൊപ്പം നിൽക്കാത്ത ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളുമൊക്കെ ഇപ്പോൾ ചാടി വീണത് കേരളത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയാണെന്നല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരുകയും ചെയ്യും, ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ അതിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നത് കേരളത്തോടൊപ്പം നിൽക്കാറുണ്ട്. പല കാര്യങ്ങളിലും പലപ്പോഴായി കണ്ട കാര്യം കേരളത്തോടൊപ്പം നിന്നു എന്നല്ല. വയനാട് വരുന്ന സമയത്ത് കേരളത്തോടൊപ്പമല്ല അവിടുത്തെ പല പാർട്ടികളും നിന്നത്. അത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ആ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇതും കാണുന്നുള്ളൂ. ജനങ്ങൾക്കിത് മനസ്സിലാവും. കാരണം ഈ ഫണ്ടില്ലാഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും. വിദ്യാഭ്യാസത്തിൽ ഇനിയും ഫണ്ട് ആവശ്യമുണ്ടെന്ന് അവർക്കറിയാം. ജനങ്ങൾക്ക് അത് വിശ്വസിക്കുന്ന ഒരു സർക്കാരിന് മുമ്പിൽ അതങ്ങനെ കാണാനേ കഴിയും. അങ്ങനെ തന്നെയാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. എല്ലാവരും പറയുന്ന പോലെ ഫണ്ട് മുഖ്യമെന്ന് പറയേണ്ടി വരും. ആര്? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ ഫണ്ട് മുഖ്യമെന്ന് നമുക്കും പറയേണ്ടി വരും. അല്ല, അത് അതിനപ്പുറത്ത് ആദർശങ്ങളില്ല. ശരി മാഷേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.